വെൽക്കം ബാക്ക് ടു വീക്ക്ലി ഔട്ട്ലുക്ക്. ഇറ്റ്സ് മീ അൽത്തഫ് ഫ്രം കറൻസി സ്വീപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 3 പെയേഴ്സാണ് യൂറോ, GBP, ഗോൾഡ്. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് യൂറോ USD ആണ്. യൂറോ USDയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ എന്താണ് പ്രീവിയസ് ഹൈ സ്വീപ്പ് ആയിട്ടാണ് നിൽക്കുന്നത് മാർക്കറ്റ്. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് വീക്കിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിൽ ബുള്ളിഷാണ്. നമുക്ക് ഇവിടുന്ന് ഒരു സിംഗിൾ ക്യാൻ ലോബി തന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു ബിയർ ക്യാനിൽ ബോഡി എടുക്കുന്ന ബ്രേക്ക് ചെയ്താൽ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ അവിടുന്ന് സെല്ല് നോക്കുള്ളൂ. ഇപ്പോൾ സ്റ്റിൽ നമ്മൾ ബുള്ളിഷാണ്. നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഡെയിലിയുടെ ചാർട്ടിലോട്ടാണ്. ഡെയിലിയുടെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ഇവിടുന്ന് നമുക്കൊരു ബ്രേക്കാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ സ്റ്റിൽ ഇപ്പോഴും ബുള്ളിഷനാണ് വരുന്നത്. ഇവിടുന്ന് ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഒക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടുന്ന് ഈ ലിക്വിഡിറ്റി പോയിന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിക്കിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ബൈ ചെയ്യാം. പിന്നെ വരുന്നത് 4 ഹവറിൻ്റെ ചാർട്ടാണ്. 4 ഹവറിൻ്റെ ചാർട്ടിലായിട്ട് വരുമ്പോൾ കറക്റ്റ് വൃത്തിക്കുള്ള സ്ട്രക്ചറാണ് വരുന്നത്. നമുക്ക് സ്റ്റിൽ ബുള്ളിഷനാണ്. ഇതിൽ വരുമ്പോൾ നമ്മൾ ഐഡിയം എടുത്തിട്ട് കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു സിംഗിൾ ക്യാൻ ലോബി ഉണ്ട്. ഇവിടുന്ന് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഈ ഒരു ഓബിയിൽ ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് നേരെ എന്ത് ചെയ്യുക, ഇവിടുന്ന് നമുക്ക് എന്ത് ഒരു ബൈ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ഇത് ഫേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇത് നമുക്ക് ഫേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് ഈ ഒരു ഓബിന്ന് ഓർഡർ ബ്ലോക്കിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടുന്ന് ഒരു ബൈ എടുക്കാം. പിന്നെ വരുന്നത് GBP USD ആണ്. GBP USDയിൽ വീക്ക്ലിയിൽ വരുമ്പോൾ പ്രീവിയസ് വീക്ക്ലിനെ ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ബട്ട് എന്തുണ്ട്, നമുക്ക് ഇവിടുന്ന് ഒരു സപ്ലൈ സോൺ ഫേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് വീക്കിലോട്ട്, അതായത് അത്യാവശ്യം ഇവിടുന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീക്ക്ലിയുടെ ചാർട്ടിൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രീവിയസ് ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് നിൽക്കണമെങ്കിൽ നമുക്ക് ഒരു ലോവർ ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യാം, നമുക്ക് സെല്ല് നോക്കാം. നമ്മൾ ഡെയിലിയുടെ ചാർട്ടിൽ വന്നുമ്പോൾ ഡെയിലിയുടെ ചാർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്റ്റിൽ ബുള്ളിഷാണ്. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ചേഞ്ച് ഓഫ് കാറ്റർ ഇവിടുന്ന് തരണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ നോക്കാം. പിന്നെ 4 ഹവറിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ 4 ഹവറിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് 4 ഹവറിൻ്റെ ഹൈ ഇവിടുന്ന് സ്വീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഓർഡർ ബ്ലോക്ക് ഒന്ന് ലോവർ ടൈം ഫ്രെയിം ഒന്ന് സെല്ല് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഒന്ന് ബൈ നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഗോൾഡാണ്. ഗോൾഡിൽ നോക്കിയാൽ നമ്മൾ സ്റ്റിൽ എന്തെങ്കിലും വീക്കിലൊക്കെ നമുക്ക് നോക്കി നമ്മൾ സ്റ്റിൽ ബുള്ളിഷാണ്. പ്രീവിയസ് വീക്കിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ വീക്ക് ക്ലോസ് ചെയ്തത്. നമ്മൾ സ്റ്റിൽ ബുള്ളിഷാണ്. പിന്നെ ഡെയിലിയിൽ നോക്കുമ്പോൾ നമ്മൾ സ്റ്റിൽ ബുള്ളിഷാണ്. 4 ഹവറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടുന്ന് 4 ഹവറിൻ്റെ ഒരു സപ്ലൈ സോൺ ഉണ്ട്. പക്ഷേ ഇത് ഫേക്ക് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് തന്നിട്ട്, ഒരു അടിയിലോട്ട് ഒരു മൂവ്മെൻറ്റ് തന്നിട്ട് ഇവിടുന്ന് ഒരു ഫേക്ക് ചെയ്യാൻ ചാൻസ്. ഫേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ഒരു മൂവ്മെൻറ്റ് തന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. പിന്നെ വരുന്നത് എക്സ്ട്രീം ആണ്. ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ബൈ നോക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 പെയേഴ്സാണ് നമ്മൾ നെക്സ്റ്റ് വീക്കിലോട്ട് നോക്കിയത്. ഈ 3 പെയേഴ്സിന് ലിക്വിഡിറ്റി പോയിന്റ്, അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്കാണ് നമ്മൾ പറഞ്ഞത്. ഓർഡർ ബ്ലോക്കിലും ലിക്വിഡിറ്റി പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളേതായ കൺഫർമേഷൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.